സംസ്ഥാനത്ത് വിദ്യാവാഹിനി പദ്ധതി താളം തെറ്റിയതോടെ സ്കൂളുകളിൽ എത്താൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥികൾ. ഇതിന് നേർസാക്ഷ്യമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് അരയംകുളത്തെ കുട്ടികളുടെ അവസ്ഥ. സ്കൂളുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത പല വിദ്യാർത്ഥികളും പഠനം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ്. വനവാസി മേഖലകളിൽ നിന്ന് കുട്ടികളെ വാഹനത്തിൽ സ്കൂളുകളിൽ എത്തിക്കാൻ പട്ടികവർഗ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി. അതാണിപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം താളം തെറ്റിയിരിക്കുന്നത്. GHSS മാളൂത്ത് കസ്ബ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളുടെ പഠനമാണ് വിദ്യാവാഹിനി പദ്ധതി താളം തെറ്റിയതോടെ മുടങ്ങിയിരിക്കുന്നത്. പദ്ധതി അവതാളത്തിലായതോടെ വീടുകളിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയിലാണ് കുട്ടികൾ. സ്കൂളിൽ എത്തിപ്പെടാൻ മാർഗങ്ങളില്ലാതായതോടെ ഈ മഴക്കാലത്ത് ഇവരുടെ പഠനം പ്രതിസന്ധിയിലായി കഴിഞ്ഞു. കർണാടക അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് വന്യമൃഗശല്യവും രൂക്ഷമാണ്. സ്കൂളിലെത്താൻ 7 കിലോമീറ്റർ നടക്കണം. മഴക്കാലത്തെ ദുരിതയാത്ര ഭയന്ന് LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ തന്നെ തങ്ങുകയാണ്. പന്നിയും അതുതെല്ലാം മൃഗങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പിള്ളേരെ ഒറ്റയ്ക്ക് തനിയെ വിടാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വണ്ടി റെഡിയാക്കി കിട്ടണം. പിന്നെ ഒത്തിരി കുട്ടികളുണ്ട് ഇവിടുന്ന് സ്കൂളിൽ പോകാനൊക്കെ ഉള്ളത്. പിന്നെ അവരെ പഠനമാണ് മുടങ്ങുന്നത്. ഈ ഒരു മാസം അവർക്ക് വിട്ടില്ലെങ്കിൽ അവർ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ചെറിയ ക്ലാസ് മുതൽ എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട്. അവർക്ക് ഒരു കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ വീട്ടിലെത്തി പഠിപ്പിക്കാന്ന് വെച്ചാൽ സ്കൂളിൽ വിടുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാനാവുന്നില്ല. നമ്മൾ അത്യാവശ്യം പണിക്ക് കാര്യങ്ങൾക്കെല്ലാം പോകുന്നവരാണ്. നമുക്ക് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അന്നേരത്തേക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമെന്ന്. ഈ വണ്ടി വിട്ടില്ലെങ്കിൽ ഡ്രൈവറിൻ്റെ വക കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയാണ്. 2 മാസം കഴിഞ്ഞ വർഷം 2 മാസം വണ്ടി ഇല്ലാണ്ട് നമ്മൾ ഇവിടെ ഇതായി. അന്ന് പിന്നെ സ്കൂള് വിട്ടില്ല, വണ്ടി ആവുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ വർഷവും അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന പദ്ധതി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കരങ്ങളിൽ എത്തിയപ്പോൾ താളം തെറ്റിയെന്നാണ് ആക്ഷേപം. വർഷകാലത്ത് ജോലിയില്ലാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. അരയംകുളം, കമ്മാടി, വള്ളിക്കൊച്ചി, ദേവഗിരി, മൈക്കം എന്നിവിടങ്ങളിലെ 100 കണക്കിന് കുട്ടികളാണ് ജില്ലയിൽ പ്രതിസന്ധി നേരിടുന്നത്. കുട്ടികളെ ഹോസ്റ്റലിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാനും പല രക്ഷിതാക്കൾക്കും കഴിയാത്ത സാഹചര്യമാണ്. തീർത്തും സാധാരണക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ സർക്കാർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കാസർഗോഡ്.